19 വർഷങ്ങൾക്ക് മുൻപ്, കൃത്യമായി പറഞ്ഞാൽ 2007-ൽ UN-ലൂടെ പ്രശസ്തമായ ഒരു ചിത്രമുണ്ട്. ലോക ഫുട്ബോളിലെ ഇതിഹാസ താരത്തിലേക്കുള്ള വളർച്ചയുടെ ആദ്യ നാളുകളിൽ ലയണൽ മെസ്സി പങ്കെടുത്ത ഒരു ചാരിറ്റി ഫോട്ടോഷൂട്ടിന്റെ ഭാഗമായി പിറന്ന ഒരു ചിത്രം. യുനിസെഫ് സംഘടിപ്പിച്ച ആ ഫോട്ടോഷൂട്ടിൽ 6 മാസം പ്രായമുള്ള ഒരു കുഞ്ഞിനെ പ്ലാസ്റ്റിക് ടബിൽ വെച്ച് കുളിപ്പിക്കുന്ന 20-കാരനായ മെസ്സിയെ പകർത്തിയത് ജോവാൻ മോൺഫോർട്ട് എന്ന പ്രശസ്തനായ ഫോട്ടോഗ്രാഫറാണ്. അന്ന് മെസ്സിയുടെ കൈകളിലിരുന്ന് അദ്ദേഹത്തിന്റെ ലാളനകൾ ഏറ്റുവാങ്ങി ശ്രദ്ധ നേടിയ ആ കുഞ്ഞ് ഇന്ന് വളർന്നു വലുതായി മെസ്സിയെ പോലെ തന്നെ ലോകമറിയുന്ന ഒരു കാൽപന്ത് കളിക്കാരനായി മാറിയിരിക്കുന്നു. ലോക കിരീടം നിലനിർത്താൻ മെസ്സിയും സംഘവും ന്യൂയോർക്കിലെ ന്യൂജേഴ്സി സ്റ്റേഡിയത്തിൽ ബൂട്ട് കെട്ടുമ്പോൾ അതേ കിരീടം മെസ്സിയിൽ നിന്നും പിടിച്ചെടുക്കാൻ പോരാടുന്ന സ്പാനിഷ് പടയുടെ അമരത്ത് അവനുണ്ടാകും. വർത്തമാനകാല ഫുട്ബോളിലെ യുവരാജാവ് എന്ന വിശേഷണമുള്ളവൻ. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെയും കിലിയൻ എംബാപ്പയുടെയും ലോകകപ്പ് സ്വപ്നങ്ങളെ നിഷ്പ്രഭമാക്കി സ്പാനിഷ് പടയെ കലാശപ്പോരിന് യോഗ്യനാക്കിയവൻ. അവനാണ് ലമീൻ യമാൽ. ഡിയാറിയോ സ്പോർട്സ് സംഘടിപ്പിച്ച ചാരിറ്റി കലണ്ടർ ഫോട്ടോഷൂട്ടിൽ യാദൃശ്ചികമായിട്ടാണ് കുഞ്ഞു യമാലിന് മെസ്സിക്കൊപ്പം പോസ് ചെയ്യാൻ അവസരം ലഭിച്ചത്. ചെറിയ പ്ലാസ്റ്റിക് ടബിൽ കുഞ്ഞിനെ ശ്രദ്ധാപൂർവം കുളിപ്പിക്കുന്ന മെസ്സിയുടെ ചിത്രം അന്ന് വലിയ തോതിൽ ശ്രദ്ധ നേടിയിരുന്നു. അന്ന് ക്യാമറയിൽ പതിഞ്ഞ നിഷ്കളങ്കമായ ആ ചിത്രം ഇന്ന് ഫുട്ബോൾ ലോകം ചർച്ച ചെയ്യുന്ന ഐക്കോണിക്കായ ഒരു നിമിഷമായി മാറി എന്നത് കാലം കാത്തുവച്ച വിസ്മയം. അന്ന് സ്പാനിഷ് ക്ലബ് ബാഴ്സലോണയുടെ അടുത്ത സൂപ്പർ താരമെന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന മെസ്സി പിൽക്കാലത്ത് അവരുടെ ചരിത്രം നിർണയിച്ച ഇതിഹാസ താരമായി വളർന്നു. ഇന്ന് ബാഴ്സലോണയുടെ അടുത്ത സൂപ്പർ താരം എന്ന വിശേഷണം അലങ്കാരമായിരിക്കുന്നത് ലമീൻ യമാലിനാണ് എന്നതും മറ്റൊരു മനോഹരമായ യാദൃശ്ചികതയാണ്. ലമീൻ യമാലിന്റെ പിതാവ് മുനീർ നസ്രി കഴിഞ്ഞ വർഷം തന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തതോടെയാണ് വിഖ്യാതമായ ആ ചിത്രവും അതിന്റെ ചരിത്രവും വർത്തമാനകാല പ്രസക്തമാകുന്നത്. 2 ഇതിഹാസങ്ങളുടെ പിറവി എന്നായിരുന്നു ചിത്രത്തിന് അദ്ദേഹം നൽകിയ തലക്കെട്ട്. ഇന്ന് ചരിത്രത്തിലാദ്യമായി അവർ ഇരുവരും ഒരേ കിരീടത്തിനായി നേർക്കുനേർ പോരാടുന്നു. കാലം കാത്തുവെച്ച നിയോഗം എത്ര കാവ്യാത്മകം. 2010 ശേഷമുള്ള സ്പെയിനിന്റെ ആദ്യ ലോകകപ്പ് ഫൈനൽ പ്രവേശനമാണ് ഇത്തവണത്തേത്. യമാൽ തന്റെ 19ാം പിറന്നാൾ ആഘോഷിച്ചത് ഫ്രാൻസിനെതിരായ സ്പെയിനിന്റെ ഏകപക്ഷീയമായ 2 ഗോൾ സെമി ഫൈനൽ വിജയത്തോടെയാണ്. ഒരു ഗോളിന് പിന്നിൽ നിന്ന ശേഷം എൻസോ ഫെർണാണ്ടസിന്റെയും ലൗട്ടാരോ മാർട്ടിനസിന്റെയും അവസാന ഘട്ടത്തിലെ ഗോളുകളിലൂടെ ഇംഗ്ലണ്ടിനെ തകർത്താണ് അർജന്റീനയുടെ വരവ്. ഇതിൽ മെസ്സിയുടെ പങ്ക് നിർണായകമായിരുന്നു. യമാലിന്റെ ആഗ്രഹം ഇതാ സഫലമായിരിക്കുകയാണ്. തന്റെ ഐതിഹാസിക കരിയറിൽ ഒരു പക്ഷേ അർജന്റീനയ്ക്ക് വേണ്ടി മെസ്സി കളിക്കുന്ന അവസാന മത്സരമായിരിക്കും ഈ ലോകകപ്പ് ഫൈനൽ. യമാലിനാകട്ടെ ഇത് ഒരു പുതുയുഗത്തിന്റെ തുടക്കവും. കലാശപ്പോരിൽ കാലം ഇവർക്കായി കരുതി വച്ചിരിക്കുന്ന നിയോഗം എന്താണെന്ന് വെളിപ്പെടാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി.